നമസ്കാരം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരുപക്ഷെ മേശയുടെ വലിപ്പിലോ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ ഇരിക്കുന്ന ഒരു ചെറിയ കുപ്പിയുണ്ടല്ലോ, വാസ്ലിൻ. അതിനു പിന്നിൽ എണ്ണപ്പാടങ്ങളിലെ ഒരു പാഴ്വസ്തുവിൽ നിന്ന് തുടങ്ങിയ അവിശ്വസനീയമായ ഒരു കഥയുണ്ട്. അധികമാരും ശ്രദ്ധിക്കാത്ത വാസ്ലിന്റെ ആ അത്ഭുത കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോ ഇതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചോദ്യം. മെഷീനുകൾക്ക് വരെ കേടുപാടുണ്ടാക്കിയിരുന്ന, ഒരു ശല്യമായി കണ്ടിരുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് അതെങ്ങനെയാണ് ലോകം മുഴുവൻ വിശ്വസിക്കുന്ന നമ്മുടെ എല്ലാം വീടുകളിലെ ഒരു അത്യാവശ്യ വസ്തുവായി മാറിയത്? ആ മാറ്റത്തിന്റെ കഥ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കഥ തുടങ്ങുന്നത് 1859-ലാണ്. അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ എണ്ണയ്ക്കു വേണ്ടിയുള്ള ഖനനം തകൃതിയായി നടക്കുന്ന ഒരു കാലം. അപ്പോ ഈ റോഡ് വാക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ? എണ്ണക്കിണറുകളിലെ ഡ്രില്ലിംഗ് മെഷീനുകളിലൊക്കെ പറ്റിപ്പിടിക്കുന്ന കറുത്ത, കൊഴുത്ത ഒരുതരം പദാർത്ഥം. സത്യം പറഞ്ഞാൽ അവിടുത്തെ തൊഴിലാളികൾക്ക് ഇതൊരു വലിയ തലവേദനയായിരുന്നു. മെഷീനുകൾ എപ്പോഴും ജാമാക്കുന്ന, ആർക്കും വേണ്ടാത്ത ഒരു ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. പക്ഷേ റോബർട്ട് ഷെസ്ബ്രോ എന്നൊരു ചെറുപ്പക്കാരനായ കെമിസ്റ്റ് അവിടെ എത്തി. മറ്റെല്ലാവരും ഒരു ശല്യമായി മാത്രം കണ്ട ഈ റോഡ് വാക്സിൽ അദ്ദേഹം മറ്റെന്തോ ഒന്ന് കണ്ടു. അവിടുത്തെ തൊഴിലാളികൾക്ക് മുറിവോ പൊള്ളലോ ഒക്കെ പറ്റിയാൽ അവർ ഈ കറുത്ത ജെല്ലിയെടുത്ത് അതിൽ പുരട്ടുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ മുറിവുകൾ മറ്റുള്ളവയേക്കാൾ വേഗത്തിൽ ഉണങ്ങുന്നതായും അദ്ദേഹം കണ്ടു. ഒരു നിരീക്ഷണം മാത്രം പോരല്ലോ, ഈ പാഴ്വസ്തുവിനെ എല്ലാവർക്കും ധൈര്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ശുദ്ധീകരിച്ച ഉൽപ്പന്നമാക്കി മാറ്റുക എന്നതായിരുന്നു അടുത്ത വലിയ വെല്ലുവിളി. പക്ഷേ അതൊരു എളുപ്പമുള്ള പണിയായിരുന്നില്ല. ഷെസ്ബ്രോ വർഷങ്ങളോളം തന്റെ ലാബിലിരുന്ന് പരീക്ഷണങ്ങൾ നടത്തി. ഉണ്ടാക്കിയെടുത്ത പല ഫോർമുലകളും പരാജയപ്പെട്ടു. ചിലത് ചർമ്മത്തിൽ ചൊറിച്ചിലുണ്ടാക്കി, മറ്റു ചിലത് പെട്ടെന്ന് ചീത്തയായിപ്പോയി. എന്നിട്ടും അദ്ദേഹം പിന്മാറാൻ ഒരുക്കമല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ രീതി വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു. ആദ്യം തന്നെ എണ്ണപ്പാടങ്ങളിൽ നിന്ന് ഈ റോഡ് വാക്സിന്റെ സാമ്പിളുകൾ ശേഖരിക്കും. പിന്നീട് അത് ചൂടാക്കി പലതവണ അരിച്ച് അതിലെ അപകടകരമായ വസ്തുക്കളും മാലിന്യങ്ങളും എല്ലാം നീക്കം ചെയ്യും. അങ്ങനെ വർഷങ്ങളുടെ കഠിനാധ്വാനത്തിനു ശേഷം ഒടുവിൽ ചർമ്മത്തിന് ഒരു ദോഷവും ചെയ്യാത്ത ശുദ്ധമായ ഇളം നിറത്തിലുള്ള ഒരു ജെല്ലി അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. അങ്ങനെ അവസാനം പ്രോഡക്റ്റ് റെഡിയായി. പക്ഷേ ശരിക്കുള്ള വെല്ലുവിളി വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കൊള്ളാമെന്ന ആളുകളെ എങ്ങനെ വിശ്വസിപ്പിക്കും? അതെ, ആളുകൾക്ക് ഭയങ്കര സംശയമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, എണ്ണക്കിണറ്റിലെ ഒരു വേസ്റ്റിൽ നിന്നുണ്ടാക്കിയ ഒരു സാധനം മുഖത്ത് തേക്കാൻ ആർക്കാ ധൈര്യം വരിക? എല്ലാവരും അതിനെ അപകടകരമായൊരു വസ്തുവായിട്ടാണ് കണ്ടത്. ആരും വിശ്വസിച്ചില്ല. അദ്ദേഹത്തിന്റെ കയ്യിലാണെങ്കിൽ പരസ്യം ചെയ്യാനൊന്നും കാശുമില്ല. അപ്പോ പിന്നെ ഈ ഉൽപ്പന്നം നല്ലതാണെന്നും സുരക്ഷിതമാണെന്നും ആളുകളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? നിങ്ങളായിരുന്നെങ്കിൽ എന്തു ചെയ്തേന്? അവിടെയാണ് ഷെസ്ബ്രോ തിരഞ്ഞെടുത്ത വഴി നമ്മളെ ഞെട്ടിക്കുന്നത്. അദ്ദേഹം തന്നെ തന്റെ ഉൽപ്പന്നത്തിന്റെ ജീവിക്കുന്ന തെളിവായി മാറാൻ തീരുമാനിച്ചു. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, അദ്ദേഹം ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ പോയി പരസ്യമായി സ്വന്തം കൈയിൽ ആസിഡ് ഒഴിച്ചോ തീപ്പെട്ടിക്കൊള്ളി ഉരച്ചോ ചെറിയ പൊള്ളലുകളുണ്ടാക്കും. എന്നിട്ട് ആ മുറിവിൽ താൻ കണ്ടുപിടിച്ച ഈ അത്ഭുത ജെല്ലി പുരട്ടും. ദിവസങ്ങൾക്ക് ശേഷം ആ മുറിവ് അത്ഭുതകരമായി കരിയുന്നത് കണ്ട് ആളുകൾക്ക് പതിയെ പതിയെ വിശ്വാസമായി തുടങ്ങി. ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു മാർക്കറ്റിംഗ് തന്ത്രം അല്ലേ? ഒരിക്കൽ ആളുകളുടെ വിശ്വാസം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ വാസലിന്റെ തലവര തന്നെ മാറി. ഒരു സാധാരണ ഉൽപ്പന്നത്തിൽ നിന്ന് അതൊരു ലോകമറിയുന്ന ബ്രാൻഡായി വളരാൻ അധികം സമയം വേണ്ടിവന്നില്ല. 1870-ൽ അദ്ദേഹം തന്റെ ഈ കണ്ടുപിടുത്തത്തിനൊരു പേരിട്ടു, വാസ്ലിൻ. ജർമ്മൻ ഭാഷയിലെ വെള്ളം എന്നർത്ഥം വരുന്ന വാസ്രിൽ നിന്നും ഗ്രീക്ക് ഭാഷയിലെ എണ്ണ എന്നർത്ഥം വരുന്ന ഒലിയോണിൽ നിന്നും ചേർത്തുവെച്ചൊരു പേരായിരുന്നു അത്. അതോടെ വാസ്ലിൻ എന്ന ബ്രാൻഡ് ഔദ്യോഗികമായി യാത്ര തുടങ്ങി. വാസ്ലിന്റെ വിജയരഹസ്യം എന്തായിരുന്നെന്നറിയാമോ? അതിന്റെ സിംപ്ലിസിറ്റി, പിന്നെ അതിന്റെ പലതരം ഉപയോഗങ്ങളും. വീടുകളിലെ ചെറിയ മുറിവുകൾക്കും പൊള്ളലുകൾക്കും മാത്രമല്ല, ചുണ്ടു വരളുന്നത് തടയാനും പട്ടാളക്കാരുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റുകളിലും, എന്തിന് മെഷീനുകൾക്ക് ലൂബ്രിക്കേഷൻ നൽകാൻ വരെ വാസ്ലിൻ ഉപയോഗിക്കാൻ തുടങ്ങി. അതിന്റെ ലാളിത്യം തന്നെയായിരുന്നു ഏറ്റവും വലിയ ശക്തി. ഷെസ്ബ്രോയ്ക്ക് തന്റെ ഉൽപ്പന്നത്തിൽ അത്രയേറെ വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹം 96 വയസ്സുവരെ ജീവിച്ചു. മരിക്കുന്നതുവരെ എല്ലാ ദിവസവും ഒരു സ്പൂൺ വാസ്ലിൻ കഴിച്ചിരുന്നു എന്ന് വരെ പറയപ്പെടുന്നുണ്ട്. അത്രയ്ക്ക് ഉറപ്പായിരുന്നു അദ്ദേഹത്തിന് അതിന്റെ ഗുണങ്ങളെ. പക്ഷേ ഇതിലെല്ലാത്തിലും വലിയ അത്ഭുതം എന്താണെന്നറിയാമോ? 150-ലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും വാസ്ലിന്റെ ആ ഒറിജിനൽ ഫോർമുലയ്ക്ക് കാര്യമായൊരു മാറ്റവും വന്നിട്ടില്ല. ആ ഒരൊറ്റ കണ്ടുപിടുത്തം കാലത്തെ അതിജീവിച്ച് ഇന്നും നമ്മുടെ കൂടെയുണ്ട്.
അപ്പോ ഈ വാസ്ലിന്റെ കഥ നമ്മളോട് എന്താണ് പറയുന്നത്? ഷെസ്ബ്രോ ഒരു പാഴ്വസ്തുവിൽ ഒരു നിധി കണ്ടെത്തിയതുപോലെ നമ്മൾ ഇന്ന് വിലയില്ലാത്തതെന്ന് കരുതി ഒഴിവാക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ അത്ഭുതങ്ങളായിരിക്കും ഒളിഞ്ഞിരിക്കുന്നത്? ഒരുപക്ഷേ അടുത്ത വലിയ കണ്ടുപിടുത്തം നമ്മുടെയെല്ലാം കൺമുന്നിൽ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്നുണ്ടാവാം.